നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണനാളുകളിലേക്ക് പൂമിഴി തുറന്ന് അത്തമെത്തി. മലയാളികൾ ഇനി ഓണത്തിരക്കിലേക്ക്. അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. നാലോണനാളിൽ ശക്തന്റെ തട്ടകത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് നടുവിലാൽ ജംഗ്ഷനിൽ കൊടിയേറി. ചാവക്കാട് മേഖലയിൽ പപ്പട നിർമ്മാണം സജീവം. അന്തരിച്ച സംവിധായകനും പ്രശസ്ത നാടക നടനുമായ സോബി സൂര്യഗ്രാമത്തിന് നാടിന്റെ യാത്രാമൊഴി. സൂര്യഗ്രാമം എന്ന ചെറുഗ്രാമത്തെ തന്റെ പേരിനൊപ്പം ചേർത്ത് നാടകങ്ങൾ ചെയ്തിരുന്ന സോബി ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞ യാത്രയായി. ഭൌതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറി. പുന്നേർകുളം കുന്നത്തൂരിലെ സ്വകാര്യ ആയുർവേദ റിസോർട്ടിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. റിസോർട്ടിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ ചേർന്ന് ജനകീയ മാർച്ച് നടത്തി. വിടാതെ തുടരുന്ന മഴ ചില ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു. അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിൽ. പുന്നേർകുളത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമർപ്പിച്ച ഭവനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. IAY പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ ഭവനമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമെന്ന് സേവാഭാരതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. അത്തമെത്തി. ഇനി മലയാളക്കരയ്ക്ക് ആഘോഷക്കാലം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളുടെ വരവറിയിച്ച് അത്തമെത്തി. 10ാം നാൾ മലയാളികളുടെ പ്രിയപ്പെട്ട തിരുവോണം. മുറ്റത്ത് പൂക്കളങ്ങൾ വിരിഞ്ഞു തുടങ്ങി. വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലും മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പൂക്കളങ്ങൾ, ഓണക്കോടി, ഓണക്കളികൾ, ഓണസദ്യ തുടങ്ങി എല്ലാത്തിനും ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഓണപരീക്ഷകൾ 12-ന് അവസാനിച്ച് കുട്ടികൾ ഓണാവധിയിലേക്ക് കടക്കും. പൂക്കളത്തിനായി ഓണവിപണിയിൽ പൂക്കൾ ഇന്നലെ മുതൽ എത്തിത്തുടങ്ങി. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തെരുവ് കച്ചവടവും ഉഷാറാണ്. ആഭരണക്കടകളിലും വസ്ത്രവ്യാപാരശാലകളിലും തിരക്കുണ്ട്. സർക്കാരിന്റേതുൾപ്പെടെ വിവിധ ഓണച്ചന്തകൾക്കും തുടക്കമായി. പുതുവസ്ത്രങ്ങൾ വാങ്ങാനും നേന്ത്രക്കുലകൾ, വറുത്തുപ്പേരി തുടങ്ങി ഓണവിഭവങ്ങൾ ഒരുക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കോട് തിരക്കാണ് മലയാളക്കരയ്ക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കപ്പുറം മനം നിറഞ്ഞ് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ഓണക്കോടിയും അണിഞ്ഞ് കേരളക്കര മാവേലി മന്നനെ വരവേറ്റ തിരുവോണം ആഘോഷിക്കും. നാലോണനാളിൽ പുലിക്കൂട്ടമിറങ്ങും. ശക്തന്റെ മണ്ണിൽ കൊടിയേറ്റം നടന്നു. നാലോണനാളിൽ തൃശൂരിൽ നടക്കുന്ന പുലിക്കളിക്ക് നടുവിലാൽ ജംഗ്ഷനിൽ കൊടിയേറി. രാവിലെ 10 മണിയോടെ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. മറ്റ് ജനപ്രതിനിധികളും പുലിക്കളി സംഘം ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. മേളത്തിനൊപ്പം ചുവടുവെച്ച് പുലിക്കളിയും അരങ്ങേറി. തൃശൂരിന്റെ ഓണാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുലിക്കളി. നാലോണനാളിൽ അരമണിക്കിലുക്കി നഗരത്തിലേക്ക് ചുവടുവെച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കാണാൻ ആയിരങ്ങളാണ് ശക്തന്റെ തട്ടകത്തിലെത്തുക. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി തിരുവോണം വരെ 10 ദിവസവും ഗുരുവായൂരപ്പന് മുന്നിൽ വലിയ പൂക്കളങ്ങൾ വിടരും. ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരാണ് ഓണക്കാലത്ത് ക്ഷേത്രത്തിന് മുന്നിൽ വഴിപാടായി പൂക്കളങ്ങൾ ഒരുക്കുന്നത്. പൂക്കച്ചവടക്കാരനായിരുന്ന തെക്കത്ത് ഉണ്ണികൃഷ്ണൻ 4 ദശാബ്ദം മുൻപാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളമിട്ട് തുടങ്ങിയത്. ഇതോടെ മറ്റു കച്ചവടക്കാരും ബാക്കിയുള്ള ദിവസങ്ങളിൽ കളമിട്ട് തുടങ്ങി. 2017-ൽ ഉണ്ണികൃഷ്ണൻ മരിച്ചെങ്കിലും മക്കൾ അച്ഛന്റെ ദൗത്യം ഏറ്റെടുത്തു. ഉണ്ണികൃഷ്ണന്റെ മകൻ സന്ദീപിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ ചേർന്ന 20 അടി വലിപ്പത്തിലുള്ള കളമാണ് ഇത്തവണ തീർത്തത്. ചെണ്ടുമല്ലി, ജമന്തി, വാടാർമല്ലി, അരളി തുടങ്ങി 8ഓളം പൂക്കളാണ് ഉപയോഗിച്ചത്. 50 കിലോ പൂക്കൾ ഇതിനായി വേണ്ടിവന്നു. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ചതു മുതൽ തുടങ്ങിയ പൂക്കളമൊരുക്കൽ പുലർച്ചെ 2 വരെ നീണ്ടു. പൂക്കളത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഭക്തരുടെ തിരക്കാണ്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാവക്കാട് മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം. പരമ്പരാഗതമായി കൈകൾ കൊണ്ടാണ് ഇവിടെ പപ്പടം ഉണ്ടാക്കുന്നത്. മായം ചേർക്കാതെ ഉഴുന്നു മാത്രം ഉപയോഗിച്ചാണ് പപ്പട നിർമ്മാണം. ഉഴുന്നിന്റെ വിലവർദ്ധനവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മായം ചേർക്കാൻ ഇവർ തയ്യാറല്ല. അതേസമയം ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴയും പപ്പട നിർമ്മാണത്തിന് വില്ലനാകുന്നുണ്ട്. പലയിടത്തും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് പപ്പട നിർമ്മാണമെങ്കിലും കൈകൾ കൊണ്ടുണ്ടാക്കുന്ന പരമ്പരാഗത പപ്പടത്തിന് രുചി കൂടുതലാണെന്ന് ഇവർ പറയുന്നു. ലാഭത്തേക്കാൾ ഉപരി പരമ്പരാഗത തൊഴിൽ നിലനിർത്തുക എന്നതാണ് പ്രധാനമെന്നും ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാർ, വെങ്കളത്ത് സുഗതൻ എന്നിവർ പറഞ്ഞു.
ഇതിൽ വളരെ സംതൃപ്തനാണ്. കാരണം പിന്നെ ഓണാണിപ്പോ, കാണപ്പോ ഭയങ്കര തിരക്കാണ്, എല്ലാം കൊണ്ടും സദ്യയിൽ ഹാപ്പിയാണ്. പിന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ കാരണം കയറ്റം ഇറക്കൊക്കെ ഉണ്ടാവില്ല സാധാരണ, പക്ഷെ അതിലൊക്കെ ഈ ജോലിയിലേക്ക് ഞാൻ സംതൃപ്തനാണ്. നല്ല പപ്പടമാണ് കൊടുക്കുന്നത്, നല്ല ഉടുതിൽ ചെയ്താണ്, എല്ലാ പണി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണത്. അത് മരത്തിന്റെ പാത്തിയാണ്, പിന്നെ ചെയ്യണത് കൈ കൊണ്ടാണ്, എല്ലാ പണി കൈ കൊണ്ടാണ്. ഏറ്റവും നല്ല മാവാണ്. ഇപ്പൊ ഇവിടെ ആരോട് ചോദിച്ചാലും അറിയുന്ന, ആരോട് ചോദിച്ചാൽ എന്റെ പപ്പടം സ്വാദിഷ്ട പപ്പടമാണ്. 30 വർഷത്തിലധികമായി പപ്പട നിർമ്മാണ മേഖലയിലാണ് ദിലീപ് കുമാർ. കേരള പപ്പടം എന്ന പേരിലാണ് വിറ്റഴിക്കുന്നത്. സ്വാദിഷ്ട പപ്പടം എന്ന പേരിൽ 23 വർഷത്തെ പാരമ്പര്യമാണ് വെങ്കളത്ത് സുഗതനുള്ളത്. വർഷങ്ങളേറെയായെങ്കിലും ഇതുവരെയും മായം ചേർക്കാത്ത സ്വാദിഷ്ടമായ പപ്പടങ്ങളാണ് ഇരുവരും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ തൊഴിലിൽ ഏറെ സംതൃപ്തനാണെന്ന് വെങ്കളത്ത് സുഗതൻ പറഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂൾ മുറ്റത്ത് കാർഷിക ക്ലബ്ബ് ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് കുരുന്നുകൾക്ക് ആഹ്ലാദമായി. സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രയത്നത്താൽ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. സ്കൂൾ മുറ്റത്ത് നിന്ന് പൂവിരത്ത് കുട്ടിക്കൂട്ടങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ പൂക്കളമിട്ടു. വിളവെടുപ്പ് ഉത്സവം വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജു ഇയാൽ, വൈസ് പ്രസിഡന്റ് വിന്യ ജയൻ, മാതൃസംഘം പ്രസിഡന്റ് നാസിമ സക്കീർ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഓണത്തിന് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പുത്സവത്തിന്റെ ഉദ്ഘാടനം കിരാലൂരിൽ മച്ചിങ്ങൽ ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിൽ MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. കൃഷി ഓഫീസർ അഞ്ജന RP പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, വാർഡ് മെമ്പർമാരായ ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, കൃഷി അസിസ്റ്റന്റ് ബൈജു ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മറ്റു കർഷകരും നാട്ടുകാരും പങ്കെടുത്തു. 100 ഏക്കറിലെ കൃഷിയിടത്തിൽ 40 സെന്റ് മുഴുവനും ചെണ്ടുമല്ലി മാത്രമാണുള്ളത്. ജൂണിൽ ആരംഭിച്ച കൃഷിക്ക് വളമായി ചാണകപ്പൊടിയും പച്ചിലവളവും മാത്രമാണ് ഉപയോഗിച്ചത്. കൃത്യമായ പരിചരണമാണ് 5000-ഓളം ചെടികളുള്ള ഈ തോട്ടത്തിലെ വിജയമെന്ന് ദിലീപ് പറയുന്നു. ഏറെ നേരം ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിൽ ചെലവഴിച്ച MLA കർഷകനെ പ്രത്യേകം അഭിനന്ദിച്ചാണ് മടങ്ങിയത്. CCTV ന്യൂസ്, വേലൂർ. കരിക്കാട് ഭട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുത്തു. പോർക്കുളം കൃഷിഭവൻ ഓഫീസർ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സാംസ്കാരിക വേദി പ്രസിഡന്റ് രതീഷ് അധ്യക്ഷത വഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് ധനിത ഷാജി സ്വാഗതവും സെക്രട്ടറി ജിസ്ന സതീഷ് നന്ദിയും പറഞ്ഞു. സുനീഷ് കുമാർ, നിവാഷ്, ഷാജി, മഞ്ജുഷ, മഞ്ജു, മേഴ്സി, രതീഷ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്ത ചെണ്ടുമല്ലി തൈകളുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയിരുന്നത്. 15-ാം വാർഡിലെ ശ്രീ ഗുരുവായൂരപ്പൻ യൂണിറ്റ്, 8-ാം വാർഡിലെ ഭാവന യൂണിറ്റ്, 12-ാം വാർഡിലെ പൂർണിമ യൂണിറ്റ് എന്നീ കുടുംബശ്രീ കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, KK ജയന്തി, രമ ബാബു, ജയൻ പാണ്ഡ്യത്ത്, കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അജിഷ, അനൂപ്, അഗ്രി CRP ഐശ്വര്യ രഞ്ജിത്ത്, വിവിധ വാർഡുകളിലെ കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. അന്തരിച്ച സംവിധായകനും പ്രശസ്ത നാടക നടനുമായ സോബി സൂര്യഗ്രാമത്തിന് നാടിന്റെ യാത്രാമൊഴി. തൃശൂർ ചൂണ്ടൽ പയ്യൂർ കണ്ണംചേരി ഭാസ്കരൻ ജാനകി ദമ്പതികളുടെ മകനാണ്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. കേരള പ്രവാസി സംഘം ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗവും നാടക് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സോബി സൂര്യഗ്രാമത്തിന് 1992, 94, 96 വർഷങ്ങളിൽ സംസ്ഥാന അമേച്വർ നാടക പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 1992-ൽ ഇർഷാദ് അലിയെ പ്രധാന കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത കാക്കാലൻ എന്ന നാടകത്തിലൂടെ ശ്രദ്ധേയനായി. 1994-ൽ സക്കീർ ഹുസൈന്റെ മ്യൂസിക് ഓഫ് ഡെസേർട്ടിനൊരുക്കിയ രംഗഭാഷ്യം അന്താരാഷ്ട്ര പ്രശംസ നേടി. അയനസ്കോയുടെ കണ്ടാമൃഗം, കണ്ണൂർ മയിൽ നാടകക്കൂട്ടത്തിനു വേണ്ടി ഒരുക്കിയ ഇരുൾ വഴിയിലെ കനൽ നക്ഷത്രം എന്നിവയും ശ്രദ്ധേയമായി. സൈലൻസ് എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വിടവാങ്ങൽ.
UAE-യിലും കേരളത്തിലുമായി 40ഓളം നാടകങ്ങളും നിരവധി തെരുവ് അവതരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഭൗതിക ശരീരം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. സ്മിത ഭാര്യയും അമൻദാസ് മകനുമാണ്. CCTV ന്യൂസ്, കേച്ചേരി. സൂര്യഗ്രാമത്തിൽ ഇനി സോബിയില്ല. സൂര്യഗ്രാമം എന്ന ചെറുഗ്രാമത്തെ തന്റെ പേരിനൊപ്പം ചേർത്ത് നാടകങ്ങൾ ചെയ്തിരുന്ന സോബി ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞ യാത്രയായി. അർബുദ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നാടകത്തോട് പ്രണയത്തിലായ സോബിയുടെ വിയോഗം. നടനായും സംവിധായകനായും നാടകങ്ങളിൽ മിന്നിയ സോബി തന്റെ വിദേശവാസത്തിനിടെ മലയാളി യുവാക്കളെ സംഘടിപ്പിച്ച് അവിടെയും നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. സഹോദരനായ ഡോക്ടർ സത്യനിൽ നിന്നും പകർന്നു കിട്ടിയ കലാസബര്യ തേച്ചു മിനുക്കിയാണ് സോബി തലയെടുപ്പുള്ള നാടകക്കാർക്കൊപ്പം തനിക്ക് സ്വന്തമായൊരു സിംഹാസനം തീർത്തത്. തന്റെ പ്രായത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു സോബി ചെയ്ത നാടകങ്ങൾ. നാട്ടിൻപുറത്തെ കുട്ടികളുടെ നാടകക്കളരികൾ സംഘടിപ്പിച്ചും പരീക്ഷണ നാടകങ്ങൾ അരങ്ങിലെത്തിച്ചും എന്നും നാടകത്തിനൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വമായിരുന്നു സോബി സൂര്യഗ്രാമം. നാടകരംഗത്ത് സോബിക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നുവെന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു സൂര്യഗ്രാമത്തിലെ നാടകവീട് എന്ന സോബിയുടെ വസതിയിലെത്തിയവരുടെ നിര. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ പ്രഗത്ഭരാണ് പ്രിയ കലാകാരന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ചലച്ചിത്ര സംവിധായകരായ PT കുഞ്ഞുമുഹമ്മദ്, പ്രിയനന്ദൻ, MLA-മാരായ മുരളി പെരുന്നെല്ലി, NK അക്ബർ, KEL ചെയർമാൻ PK രാജൻ മാസ്റ്റർ, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PD പ്രേംപ്രസാദ്, ചലച്ചിത്ര താരങ്ങളായ ഇർഷാദ് അലി, ജോളി ചെറിയത്ത്, സുനിൽ സുഗത, മുരുകൻ, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, നാടകപ്രവർത്തകരായ KV ഗണേഷ്, ശശീധരൻ നടുവിൽ, രേണു രാമനാഥ്, വാസൻ പുത്തൂർ, ഇന്ദ്രൻ മച്ചാട്, ചാക്കോടി അന്തിക്കാട്, കന്നഡ എഴുത്തുകാരൻ ശേഖർ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M ബാലാജി, MN സത്യൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ തുടങ്ങി നിരവധി പേരാണ് സോബിക്ക് യാത്രാമൊഴിയേകാൻ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ വസതിയിൽ നിന്ന് കൊണ്ടുപോയ സോബിയുടെ ഭൗതിക ശരീരം 3 മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് അനാട്ടമി വിഭാഗത്തിന് കൈമാറി. സോബിയുടെ മകൻ അമൻഭാസ്, ചലച്ചിത്ര നടൻ ഇർഷാദ് അലി, CPIM നേതാവ് MB പ്രവീൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ അനാട്ടമി വിഭാഗത്തിലെ ഡോക്ടർ സതീദേവിയാണ് ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. ജീവിതത്തിന്റെ അരങ്ങിൽ നിന്നൊഴിഞ്ഞ സോബിയുടെ ഭൗതികദേഹം ഇനി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകും. CCTV ന്യൂസ്, കേച്ചേരി. സോബിയുടെ നിര്യാണത്തിൽ വിവിധ മേഖലയിലുള്ളവർ അനുശോചിച്ചു. അനുസ്മരണങ്ങളിലേക്ക്. വളരെ വ്യത്യസ്തമായ ഒരു തലങ്ങളെ അന്വേഷിച്ചൊരു കക്ഷിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു നാടകം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സ്കോഡ് കണ്ടാമൃഗമാണ്. അതിമനോഹരമായിട്ടുള്ള ദൃശ്യഭാഷയെ കൊണ്ട് തന്നെ അതിൻ്റെ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്ന ഒരു തലത്തിലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ്റെ അത്രയും വ്യത്യസ്തമായിരുന്ന ഒരു അന്വേഷണ രീതികളെ കാണുമ്പോൾ നമുക്ക് തോന്നാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രതിഭ പോകുമ്പോൾ എന്നെപ്പോലുള്ളൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇങ്ങനെ സമരസപ്പെടുക മാത്രമല്ലല്ലോ, സമരസപ്പെടുന്നതിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മളോട് കലഹിക്കുന്ന ഒരാൾ, വളരെ നിലപാടുകൾ ഉണ്ടാവുന്ന മനുഷ്യർ ചോർന്നു പോകുന്നുണ്ട്. അവർ വല്ലാത്ത ചോർന്ന് പോക്കാണ് ഇത്. എനിക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ അയാൾ അറിയാമായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നാടകങ്ങളിലൂടെയാണ് ആദ്യം അയാളെ കണ്ടത്. ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം, കുട്ടികളുടെ നാടകത്തിന് വേണ്ടി ഒരു അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച വലിയ നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ മനുഷ്യസ്നേഹവും ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകൾ സ്വന്തം ചെലവിൽ സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങൾ ഒരുക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾ വളരെയധികം അക്ഷാരത്തിൽ തന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അലുമിനിയം സ്കൂളിൽ എൻ്റെ 1 വർഷം സീനിയറായിരുന്നു സോബി. എന്തോ ഒരു സമ്മാനം അലുമിനിയം സ്കൂളിന് ആദ്യമായിട്ട് ഉപജില്ലയിൽ നിന്നാണോ ജില്ലയിൽ നിന്നറിയില്ല സമ്മാനം മേടിച്ച ഒരു കുട്ടിയായിരുന്നു സോബി. അവനെയും താങ്ങി പിടിച്ചുകൊണ്ടുള്ള ജാഥ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുള്ള എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം അതായിരിക്കും. അത് സോബിക്ക് വേണ്ടിയായിരുന്നു. വലിയ വേദനയുള്ളൊരു കാര്യമാണ് സോബിയുടെ വിടവാങ്ങലെന്ന് പറയുന്നത്.
കാൽനൂറ്റാണ്ടിൻ്റെ സൗഹൃദമുണ്ട്. അപ്പോൾ സോബിയുടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആൾ ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലാതെ കേവലം ഒരു ഭാഗത്ത് ഊന്നി നിൽക്കുന്നതല്ല. അത് എനിക്കൊന്ന് പേഴ്സണലി എനിക്കത് വലിയൊരു നഷ്ടമാണ്. ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളും കൂടെ എന്താ പറയുക, നമ്മുടെ വേരറ്റ് പോകാമെന്നറിയില്ലേ. പിന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നാടകലോകത്തിന് അത് തീരാത്തൊരു നഷ്ടം തന്നെയാണ്. അവനൊരുക്കുന്ന വേദികൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ഇടയിലായിരുന്നു. അവൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആളുകളുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും അതിലേക്കൊന്നും പോയില്ല. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഞങ്ങൾ തർക്കിക്കുന്നൊക്കെ ഉണ്ട്. അവനൊരിക്കലും അവനർഹിക്കുന്ന റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. നാടകാനുഭവത്തിനേക്കാൾ ഉപരിയൊരു ജ്യേഷ്ഠാഞ്ചിയ ബന്ധമാണ്. ഞാൻ സോബിയുടെ അച്ഛൻ തൊട്ട് സത്യനായിട്ടായിരുന്നു എൻ്റെ കമ്പനി. അങ്ങനെയാണ് സോബിയുടെ അടുത്തെത്തുന്നത്. സോബിയെ കുറിച്ച് നമ്മുടെ നാടകത്തിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ഉപരി ഒരു ജ്യേഷ്ഠാഞ്ചിയ ബന്ധത്തിൻ്റെ കണക്ക് എനിക്ക് പറയാൻ പറ്റും. കാരണം അവൻ എന്നോടൊരു സത്യനെ പോലുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. അവകാശമാണ് ഇന്ന് സത്യനോടൊപ്പം പോയി. ഇമോഷണലാവും നമ്മളൊക്കെ, അതുകൊണ്ട് അധികം സംസാരിക്കണ്ട. ശരിക്കും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നിട്ട് നാടകത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന, വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് നാടകത്തിനെ കണ്ടിരുന്ന ഒരു കലാകാരനായിരുന്നു സോബി. ഇത് തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യമായി പോയി എന്നുള്ളതാണ്. അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വലിയ നഷ്ടമാണ് സോബിയുടെ ഒരു അസാന്നിധ്യം എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെല്ലുവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സുരേഷ് ഗോപി ദർശനത്തിനെത്തിയത്. ദേവസ്വം ഓഫീസർ PB ബിജുവും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ഏറെ നേരം ക്ഷേത്രത്തിനകത്ത് ധ്യാനമിരുന്നതിനു ശേഷമാണ് മന്ത്രി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ നടന്നു വന്നിരുന്ന നിർമ്മാണ പ്രവൃത്തി വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. റോഡിന്റെ എല്ലാ ഭാഗവും അടച്ച് യാത്രികരുടെ വഴിമുടക്കി നടത്തി വന്നിരുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർത്തിവെപ്പിച്ചത്. ഓണക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചായിരുന്നു നിർമ്മാണം പുരോഗമിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ദീർഘനാൾ റോഡ് അടച്ചിടുന്നത് വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. യാതൊരു മുന്നൊരുക്കവും ആലോചനയുമില്ലാതെ തുടങ്ങിയ പ്രവൃത്തി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഓട്ടോ ടാക്സി ബസ് സർവീസുകൾക്കും ഈ ഓണക്കാലത്ത് വളരെ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഓണക്കാലമായതിനാൽ ഈ റോഡിലുള്ള കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിക്കുന്ന ഓണച്ചന്തയിൽ പോകുന്നതിനും റേഷൻ കടയിലേക്കും മാർക്കറ്റിലേക്കും പോകുന്നതിനും വളരെ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. വ്യാപാരികൾക്ക് പിന്നാലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവരും സ്ഥലത്തെത്തി. നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് വ്യാപാരി വ്യവസായി. അപ്പോൾ അതിനോട് സഹകരിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ് ചെയ്യണം. ചൂണ്ടൽ റോഡ് തന്നെ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടൽ തൊട്ട് മഴുവഞ്ചേരി വരെ ഒറ്റ സ്ഥാപനം തുറക്കാൻ പറ്റുന്ന റോഡിൽ അന്ന് MLA വന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം ആ നിർമ്മാണ പുരോഗതി അന്ന് വിലയിരുത്തിയുള്ളത് എന്നുള്ളതാണ്. ഒരു ഷർട്ട് മുണ്ട് റോട്ടിലൂടെ ആൾക്കും പോകാൻ പറ്റില്ല, ശല്യടിച്ചിട്ട് ജനങ്ങളെ എത്രത്തോളം വിഴിഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞാണ് ആ റൂട്ട് നടക്കുന്നത്. ഇവിടെ വിലയിരുത്താൻ പോയവരൊന്നും പിന്നെ വിലയിരുത്താൻ വരുന്നില്ല. അത് ഭയങ്കര ദാരുണമായ അന്ത്യം. വ്യാപാരികളുടെ പരാതി ന്യായമാണെന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് PWD ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഓണം വരെയുള്ള ദിവസങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കുന്നതിന് ഉദ്യോഗസ്ഥരും കരാറുകാരനും സമ്മതിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി. വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും പ്രസിഡന്റ് നിർദ്ദേശം നൽകി. അവിടെയുള്ള ഈ ഓണ തൽക്കാലം അവർക്ക് വ്യാപാരികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, അതുപോലെ തന്നെ ഓട്ടോസിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇന്ന് താൽക്കാലികമായി അവിടെ നിരപ്പാക്കി റോഡ് ഒരു യാത്ര യോഗ്യമാക്കി പോകാനും ഓണം കഴിഞ്ഞ് അവിടെ റോഡ് പണി തുടങ്ങാനും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. PWDക്ക് നിർദ്ദേശം കൊടുത്ത് അത് ക്ലിയറാക്കി അവിടുത്തെ ജനങ്ങളെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത, കോൺട്രാക്ടർ ബിജു എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. 30 ലക്ഷം രൂപ ചിലവഴിച്ച് കേച്ചേരി വടക്കാഞ്ചേരി റോഡിന്റെ 200 മീറ്റർ നീളത്തിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയുമാണ് നടത്തുന്നത്.
CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം നഗരസഭയിൽ മിനി കോൺഫറൻസ് ഹാൾ തുറന്നു. കുടുംബശ്രീ ഓഫീസിന് മുകൾ നിലയിൽ സജ്ജമാക്കിയ മിനി കോൺഫറൻസ് ഹാൾ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള മിനി കോൺഫറൻസ് ഹാളിൽ 100-ലേറെ പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ആർക്കോ ലിമിറ്റഡാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൌൺസിലർമാരായ ലബീബ് ഹസൻ, ബീന രവി, സെക്രട്ടറി KB വിശ്വനാഥൻ, CCM ആറ്റ്ലി P ജോൺ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിന്നു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ യജമാനം മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ല, ജനങ്ങളാണ്. ആ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് സർവീസ് എന്നുള്ളത് നമ്മൾ കണ്ടേക്കണം. അതിനാവശ്യമായ കൃത്യതയാർന്ന പെരുമാറ്റം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുമ്പോഴാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ സീനിയർ ലീഗ് മത്സരങ്ങൾക്ക് കുന്നംകുളത്ത് തുടക്കമായി. ബാസ്കറ്റ്ബോൾ പെരുമയുള്ള കച്ചവട നഗരിയിൽ ഏറെ നാളുകൾക്ക് ശേഷം നടക്കുന്ന ടൂർണമെന്റിന് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗാണ് നേതൃത്വം നൽകുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കുന്നംകുളം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ്, സെക്രട്ടറി ടിജോ, ജില്ലാ സെക്രട്ടറി MK ബോൾസൺ, ജിനേഷ് തെക്കേക്കര, അബൂബക്കർ, ജിനി ജയ്മോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ്, തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ കുന്നംകുളം ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളവർമ്മ, സഹൃദയ, നൈപുണ്യ, ക്രൈസ്റ്റ് കോളേജ് തുടങ്ങി 14 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. കുന്നംകുളത്തു നിന്നുള്ള 2 ക്ലബ്ബുകളും പങ്കെടുക്കുന്നുണ്ട്. ഗേൾസ് വിഭാഗത്തിൽ 4ഉം ബോയ്സ് വിഭാഗത്തിൽ 10 ടീമുകൾ പങ്കെടുക്കും. ദിവസവും 4 മത്സരങ്ങളാണ് ഉണ്ടാവുക. ഞായറാഴ്ച സമാപിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ്, സെക്രട്ടറി ടിജോ ചെറുവത്തൂർ, രക്ഷാധികാരി രാജു ബി ചുങ്കത്ത്, കമ്മിറ്റി അംഗങ്ങളായ ഗിൽബർട്ട് പാറമേൽ, ജെറി ആൽബർട്ട്, ജോബി തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം നഗരസഭയുടെ ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ പുതിയ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചു. സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കാത്ത മുഴുവൻ ഫ്ലഡ് ലൈറ്റുകളും മാറ്റിയത്. ആകെ 14 ലൈറ്റുകളാണ് പുതുതായി സ്ഥാപിച്ചത്. ജില്ലയിലെ തന്നെ പ്രധാന ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടാണ് ജവഹർ സ്ക്വയർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി AC മൊയ്തീൻ MLA 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സംസ്ഥാന കായിക വകുപ്പും സ്റ്റേഡിയം മികവുറ്റതാക്കി നിലനിർത്തുന്നതിനു വേണ്ട സഹായം നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയം നവീകരിക്കാൻ സംസ്ഥാന കായിക വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ, പ്രോജക്ട് എഞ്ചിനീയർ തുടങ്ങിയവർ നേരത്തെ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ജവഹർ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ തന്നെ നവീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3:20 വരെ 354 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. താലികെട്ട് നടക്കുന്നതിന് തൊട്ടുമുൻപ് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വിവാഹങ്ങൾ നടക്കുന്ന ദിവസം ഭക്തർ തിരക്കിലമർന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇത് മുൻകൂട്ടി കണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഭക്തർ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ച് സഹകരിക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു. പുലർച്ചെ 4 മണി മുതൽ താലികെട്ട് ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. മണ്ഡപങ്ങളെല്ലാം ഒരുപോലെ അലങ്കരിക്കും. താലികെട്ടു ചടങ്ങിന് കാർമ്മികത്വം വഹിക്കാൻ 6 കോയ്മമാരെ നിയോഗിക്കും. 2 മംഗളവാദ്യ സംഘമുണ്ടാകും. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേനടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം. ടോക്കൺ വാങ്ങിയാൽ പന്തലിൽ വിശ്രമിക്കണം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. ഊഴമായാൽ മണ്ഡപത്തിലെത്തി താലികെട്ടു കഴിഞ്ഞ് തെക്കേനട വഴി മടങ്ങണം. കിഴക്കേനട വഴി മടങ്ങാൻ അനുവദിക്കില്ല. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്കു മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുക. ദർശനത്തിനുള്ള ഭക്തരെ പുലർച്ചെ നിർമ്മാല്യം മുതൽ കൊടിമരത്തിനു സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. ദർശനത്തിനുള്ള പൊതുവരി വടക്കേനടയിലൂടെ പടിഞ്ഞാറേ കോർണർ വഴി ക്യൂ കോംപ്ലക്സിനകത്തേക്ക് കയറ്റിവിടും. ദർശനശേഷം പടിഞ്ഞാറേ നട വഴിയോ തെക്കേതിടപ്പള്ളി വാതിൽ വഴിയോ പുറത്തുപോകണം. ദീപസ്തംഭം വഴി തൊഴാനെത്തുന്നവരെ കിഴക്കേനടയിലെ ക്യൂ കോംപ്ലക്സ് വഴി മാത്രം കടത്തിവിടും. കിഴക്കേനടയിലും മണ്ഡപങ്ങളുടെ സമീപത്തേക്കും ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിക്കും. കൂടുതൽ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തും. കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കിഴക്കേനടയിലെ വാഹന പാർക്കിംഗ് സമുച്ചയത്തിനു പുറമെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സജ്ജമാക്കും. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ,
VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത C. മനോജ് B. നായർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പുതിയ അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ വായിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. NK അക്ബർ MLA ഉൾപ്പെടെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഭരണസമിതി അംഗങ്ങളായി ചുമതലയേറ്റ C. മനോജിനും മനോജ് B. നായർക്കും ദേവസ്വം ജീവനക്കാരും വിവിധ സംഘടനകളും സ്വീകരണം നൽകി. തുടർന്ന് ഇരു അംഗങ്ങളും ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്തു. 2 വർഷമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ നില അതീവ ഗുരുതരം. മാറഞ്ചേരി കാഞ്ഞിരമുക്ക് തൊണ്ണൂറുമ്പക്കാവ് ക്ഷേത്രത്തിന് കിഴക്കുഭാഗം താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ സുജിത്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ സുജിത്തിനെ മാറഞ്ചേരി കരുണ ആംബുലൻസ് പ്രവർത്തകർ എടപ്പാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 95% പൊള്ളലേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. മാലിന്യമുക്തം നവകേരളം കണ്ടാണിശ്ശേരി പഞ്ചായത്ത് തല നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ C. ദിദിക്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർ നന്ദൻ K. മാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, TO ജോയ്, രമ ബാബു, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, വില്ലേജ് ഓഫീസർമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ട് നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, PTA കമ്മിറ്റിയുടെയും MLAയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, NK കബീർ, MC ഐജു, ഫ്രിജോ വടക്കൂട്ട്, റീന വർഗീസ്, നജീബ് കൊമ്പത്തേയിൽ, ശ്യാംജി ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. സമാപന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ഗോകുൽ ഗുരുവായൂർ, മഹേഷ് തിപ്പലശ്ശേരി, വിമൽ ശങ്കർ, സഫീന അസീസ്, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. 3500-ലധികം കുട്ടികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനം 2 വർഷം മുമ്പാണ് ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫുട്ബോളിലും അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂൾ പരിശീലനം മുടങ്ങിയതിനാൽ പുറകിലേക്ക് പോയ അവസ്ഥയിലാണ്. 12 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. ഫണ്ട് ലഭിക്കാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമെന്ന് കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് അധികൃതരും പറഞ്ഞ് പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണ്. PTA കമ്മിറ്റിയും സ്കൂളിന്റെ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും MLAയും ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. നവീകരണ പ്രവർത്തനം പുനരാരംഭിച്ചില്ലെങ്കിൽ MLAയെ വഴി തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. അങ്ങനെ ഒരു ഗ്രൗണ്ട് ഈ എരുമപ്പെട്ടിക്ക് ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനും പ്രചോദനവുമായിട്ടുള്ള ഗ്രൗണ്ട്, ഇവിടുത്തെ ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആ ഒരു സ്ഥലം, ഇന്ന് ആ സ്ഥലത്തിന്റെ സ്ഥിതി എന്താ? കഴിഞ്ഞ 2-2.5 വർഷമായി 2 കോടി രൂപയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ് പണി തീരാത്ത വീടായി ഈ എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട് മാറിയിരിക്കുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാരംഗം അധ്യാപക കലാസാഹിത്യ പുരസ്കാരം ജോൺസൺ നമ്പഴിക്കാടിന് സമ്മാനിച്ചു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അവാർഡ് സമ്മാനിച്ചു. പാറമടയിലെ ഖനനം എന്ന വിഷയത്തിലെ ജലഛായ ചിത്രത്തിനാണ് അവാർഡ്. 29 വർഷമായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനാണ് ജോൺസൺ നമ്പഴിക്കാട്. കേരള ലളിതകലാ അക്കാദമി, കൊച്ചി ഡേവിഡ് ആർട്ട് ഗാലറി തുടങ്ങി നിരവധി ആർട്ട് ഗാലറികളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലും കുന്നംകുളം JJ സ്കൂളിലുമാണ് ചിത്രകലാ പഠനം അഭ്യസിച്ചത്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ കളർ തുടങ്ങിയ മീഡിയങ്ങളാണ് ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്നത്. 5ാം തവണയാണ് ജോൺസൺ മാസ്റ്റർക്ക് വിദ്യാരംഗം അവാർഡ് ലഭിക്കുന്നത്.
ശനിയാഴ്ച വിനായക ചതുർത്ഥി. സർവ്വവിഘ്നങ്ങൾ അകറ്റാൻ വിനായക വിശ്വാസികൾ ചതുർത്ഥി വ്രതാചരണം ഉത്തമമാണെന്നാണ് വിശ്വാസം. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത്തവണ സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി. അന്നേ ദിവസം ഗണേശപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പ് വിഘ്നനിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം, വിദ്യാതടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണെന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശപ്രീതിയിലൂടെ സർവ്വവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിവിധയിടങ്ങളിൽ വിഗ്രഹങ്ങളുമായി നിമഞ്ജന ഘോഷയാത്രകളും വിവിധ പൂജകളും നടക്കും. ഇതിനായി ക്ഷേത്രങ്ങളും കടൽ തീരങ്ങളും ഒരുങ്ങി. ന്യൂസ് ഡെസ്ക് CCTV. പുതുക്കി നിർമ്മിച്ച ചൂണ്ടൽ സെന്റ് തോം ചർച്ച് നവദേവാലയത്തിന്റെ കൂദാശ കർമ്മം സെപ്റ്റംബർ 8 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1937 സ്ഥാപിതമായ 190 കുടുംബങ്ങളുള്ള ചൂണ്ടൽ സെന്റ് തോം ചർച്ചിന്റെ കൂദാശ സെപ്റ്റംബർ 8 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 2:30 ചൂണ്ടൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ മെത്രാപ്പൊലീത്തയെ ഇടവക അതിർത്തിയിലേക്ക് ആനയിക്കും. ചൂണ്ടൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും വരവേറ്റ് മാർ ആൻഡ്രൂസ് താഴത്തിനെ ദേവാലയത്തിലേക്ക് സ്വീകരിക്കും. തുടർന്ന് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഇടവക അംഗങ്ങളായ വൈദികരും അതിരൂപതയിലെ മറ്റ് വൈദികരും ചടങ്ങിൽ സഹകാർമ്മികരാകും. തിരുകർമ്മങ്ങളെ തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടാകും. കൂദാശ കർമ്മത്തെ തുടർന്ന് ഒരാഴ്ചക്കാലം ദേവാലയത്തിൽ വിവിധ പരിപാടികൾ നടക്കും. 18 മാസം കൊണ്ടാണ് നവദേവാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഫിലിപ്പ് മാറോക്കി, ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. പുന്നേർകുളം കുന്നത്തൂരിലെ സ്വകാര്യ ആയുർവേദ റിസോർട്ടിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. റിസോർട്ടിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ ചേർന്ന് ജനകീയ മാർച്ച് നടത്തി. കുന്നത്തൂരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം റിസോർട്ടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് കവാടത്തിന് മുന്നിൽ നടന്ന ധർണ ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. കുറെ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായി 24 മണിക്കൂറും ഈ കുന്നത്തൂർ മലയിലുണ്ടാകുന്ന ഈ മാലിന്യങ്ങളും കത്തിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ശക്തമായുള്ള ദുർഗന്ധം കൊണ്ട് ഇവിടെ ജീവിക്കാൻ മാത്രമല്ല അവരെല്ലാം തന്നെ ഏതാണ്ട് അടുത്ത് തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടാൻ പോവുകയാണ്. വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് മെമ്പർ ഇന്ദിരാ പ്രഭുലൻ, കൂട്ടായ്മ ഭാരവാഹികളായ ഹരി എഴുത്തുപുരയ്ക്കൽ, സജീവ് കരുമാലിക്കൽ, KB സുകുമാരൻ, മുരളി പൊലിയത്ത, സനിൽ വെള്ളിക്കാട്ടിരി, ശ്യാം പനമുക്കിൽ, ഹീര കൃഷ്ണദാസ്, സീന സുരേഷ് തുടങ്ങിയവരും പ്രദേശവാസികളും പങ്കെടുത്തു. റിസോർട്ടിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇല്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിന്റെ വീഡിയോ സഹിതം പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ജൈവമാലിന്യം സംസ്കരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനറേറ്റർ ശാസ്ത്രീയമല്ലെന്നും സ്ഥാപിച്ചിട്ടുള്ളത് വീടുകൾക്ക് സമീപമാണെന്നും കത്തിക്കുമ്പോൾ വീടുകളിലേക്ക് പുക പടരുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. കൂടാതെ മലിനജലം പുറത്ത് കെട്ടിക്കിടക്കുകയും ഭക്ഷണ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തുറസായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നുവെന്നും പരാതിയുണ്ട്. വിവാഹങ്ങളുള്ള ദിവസങ്ങളിൽ രാത്രി 10-ന് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി റിസോർട്ടിൽ നിന്നും ഉണ്ടാകുന്നതായും പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും അധികൃതർ റിസോർട്ടിനെതിരെ നടപടിയെടുത്തില്ലെന്നും ഇവർ ആരോപിച്ചു. അതേസമയം പരാതി കിട്ടിയ ഉടനെ പഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും ശക്തമായ താക്കീത് നൽകുകയും ആവശ്യമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ എന്നിവർ പറഞ്ഞു. അതെ, സെക്രട്ടറിയും ഹെൽത്ത് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം പരിശോധിക്കുകയും ഹരിതകർമ്മസേന ERTC കോർഡിനേറ്ററും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് അവർക്ക് ടിഷ്യൂ പേപ്പർ, അവിടെ പ്ലാസ്റ്റിക് അവർ പ്രൊഡ്യൂസ് ചെയ്യണില്ല, മാക്സിമം ഡിസ്പോസിബിൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ടേബിളിൽ വിരിച്ച പേപ്പറുമാണ് അവർ പറഞ്ഞത്.
അപ്പോൾ പേപ്പർ ഉൾപ്പെടെ നമ്മൾ ഹരിതകർമ്മസേന എടുക്കാം, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി, ആഴ്ചയിൽ ഒരു ദിവസം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം എന്നുള്ള എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ട്. ഇൻസിനേറ്റർ ശരിയാവുന്നത് വരെ അത് അവർ ഉപയോഗിക്കില്ല എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നടപടി. ഇപ്പൊ ഈ ഒരു 10,000 രൂപ ഡിസ്പോസിബിൾ ഇൻസിനറേറ്റർ തകരാറായിരിക്കുകയാണെന്നും ഇത് ശരിയാക്കുന്നതുവരെ ഉപയോഗിക്കരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയും വീഴ്ച വരുത്തുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. CCTV ന്യൂസ് പുന്നയൂർക്കുളം. പോർക്കുളം പഞ്ചായത്തിലെ കുതിരപ്പാടം, വേദക്കാട് പാടങ്ങളിൽ മുണ്ടകൻ കൃഷി തുടങ്ങി. 200 ഏക്കറോളം സ്ഥലത്താണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത്. ഞാറ്റടി ഒരുക്കിയ ഭാഗത്ത് മൂപ്പെത്തിയ ഞാറു പറിച്ചു നടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൃഷിഭവനിൽ നിന്ന് സബ്സിഡിയായി ലഭിച്ച ഉമാവിത്താണ് കൂടുതൽ കർഷകരും കൃഷി ചെയ്യുന്നത്. പാടശേഖരങ്ങളിൽ വളർന്നിരുന്ന കളകൾ ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിച്ചാണ് കർഷകർ ഞാറ്റടി തയ്യാറാക്കിയത്. പതിറ്റാണ്ടായി കർഷകർ ഉപേക്ഷിച്ച ചേറ്റുവിത ഇത്തവണ കുറച്ച് കർഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. മുളപ്പിച്ച വിത്ത് ചേറിൽ വിതറുകയാണ് ചെയ്യുന്നത്. ഞാറു പറിച്ചു നടാതെ അതേ പാടത്ത് തന്നെ വളർത്തി വിളവെടുക്കുന്നതാണ് ചേറ്റുവിത. ബംഗാൾ വിത്തായ അബാൻ ഇത്തവണ കുറച്ച് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. 4 മാസത്തെ പരിചരണത്തിന് ശേഷം ഡിസംബറോടെ കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. വിശിഷ്ട സേവനത്തിന് 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ സഗുണിനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം MLA AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിംഗ് കേരളത്തിലേതാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. അവിടെയും ഒറ്റപ്പെട്ട ചില മോശപ്പെട്ടവരുണ്ടാവാം. അതുകൊണ്ട് സംവിധാനത്തിനാകെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ ഒരാൾ പെശക് കാണിച്ചാൽ രാഷ്ട്രീയ പാർട്ടി ആകെ പെശക് എന്ന് വിലയിരുത്താനാവില്ല. അതുപോലെ നമ്മുടെ നാടിൻ്റെ സമാധാന ജീവിതത്തിനും സമാധാനപൂർണമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാനുമല്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. പ്രിയപ്പെട്ട സഹോദരനെ, അദ്ദേഹത്തിന് കിട്ടിയ വിശിഷ്ട സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡിന് എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെ എരുമപ്പെട്ടി പൊതുസമൂഹത്തിന്റെയും ആദരവ് അർപ്പിക്കും. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ എന്നിവർ മുഖ്യാതിഥികളായി. മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി KR രാധിക സ്വാഗതവും സെക്രട്ടറി KC ഡേവിസ് നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ്, ട്രഷറർ വേണു അമ്പലപ്പാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TG സുന്ദർലാൽ, മുരളി കുട്ടഞ്ചേരി, ബിജു ആൽഫ, ഇബ്രാഹിം പഴവൂർ, നിധീഷ് വേലൂർ, മനോജ് ഓർമ്മ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI ജിജി, ശർമാജി, ദിനേശൻ വേലൂർ എന്നിവർ നേതൃത്വം നൽകി. ഒറ്റയ്ക്ക് അല്ല എനിക്ക് ഈ ഒരു അംഗീകാരം നേടിത്തന്നതിനുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് പിന്നിൽ എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെയും എൻ്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിൻ്റെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് പല കാര്യങ്ങളിലും ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സന്ധ്യ സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഗണേശോത്സവം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ മുതിർന്ന കാര്യകർത്താക്കളായ PK വിശ്വനാഥൻ, അഡ്വക്കേറ്റ് A വേലായുധൻ, TV ശ്രീനിവാസൻ എന്നിവരെ ആദരിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ അയ്യപ്പ സേവാ സംഘം ചെയർമാൻ VK വിശ്വനാഥൻ, TV ശ്രീനിവാസൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായൺ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുരാതനമായ മതിൽക്കെട്ടും നടപ്പുര ഗോപുരവും തകർന്നിട്ട് 3 മാസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കിഴക്കേ നടയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആനപ്പള്ള മതിലും തേക്കിൽ നിർമ്മിച്ച ഗോപുരവുമാണ് ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് തകർന്നത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ക്ഷേത്രവും പരിസരവും എന്നതിനാൽ അവർ തന്നെയാണ് പണികൾ നടത്തേണ്ടതും. നാട്ടുകാർ പലതവണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നീളുകയാണ്. തകർന്ന മതിലിനു മുകളിൽ ടാർപോളിൻ വിരിച്ച് മഴയിൽ നിന്നും താൽക്കാലിക സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും വെള്ളം കിനിഞ്ഞിറങ്ങി കൂടുതൽ നാശം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഗോപുരത്തിന്റെ ഉള്ളിലേക്കും വെള്ളം കടക്കുന്നുണ്ട്.
കണ്ണൂരിൽ നിന്നെത്തിക്കുന്ന വെട്ടുകല്ല്, നിലമ്പൂർ തേക്ക് തുടങ്ങി അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവയുടെ അറ്റകുറ്റപ്പണി നടത്തുക. ഇവ എത്തിക്കുന്നതിനുള്ള താമസമാണ് പണി നീളുന്നതിന് കാരണമെന്നാണ് സൂചന. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിഴക്കാളൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ PK അസീസ്, രമ ബാബു, ഫാർമസിസ്റ്റ് KV മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ദീപാശ്യാം, ഡോക്ടർ അർച്ചന അശോക് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി ബ്ലഡ് പ്രഷർ, ഷുഗർ, ഹീമോഗ്ലോബിൻ പരിശോധന നടത്തി സൗജന്യ മരുന്ന് വിതരണം ചെയ്തു. യോഗ ട്രെയിനർ CB നിഷയുടെ നേതൃത്വത്തിൽ യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തി. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള മുട്ടുകുത്തൽ വഴിപാടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സുവിശേഷ യോഗത്തിന് ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രാർത്ഥന നടത്തി. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായ വിശ്വാസികൾ ദൈവമാതാവിന്റെ സുനോറോ പേടകത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തി. തുടർന്ന് പള്ളിക്ക് ചുറ്റും മധ്യസ്ഥ യാചിച്ച 3 തവണ മുട്ടുകുത്തി വഴിപാട് നടത്തി. രാത്രി 9:30 ആരംഭിച്ച മുട്ടുകുത്തൽ 12 വരെ തുടർന്നു. നിരവധി പേർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ഫാദർ തോമസ് ചീരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ അനി ജോൺ വെന്നിലത്ത് പകൽ ധ്യാനം നയിച്ചു. 8 നോമ്പ് സുവിശേഷ മഹായോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി ഫാദർ ഏലിയാസ് അരീക്കൽ വചനപ്രഘോഷണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്രപ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ കാർഷിക കിറ്റ് വിതരണം തുടങ്ങി. 20 പച്ചക്കറി തൈകളും ചെറുനാരകം, പപ്പായ, കോവൽ, നിത്യവഴുതന, മലബാർ, വള്ളിച്ചീര തുടങ്ങിയ വിളകളും മണ്ണിര കമ്പോസ്റ്റ്, ജൈവസസ്യ പോഷകങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയവയും അടങ്ങിയ 800 രൂപ വിലയുള്ള കിറ്റ് 300 രൂപയ്ക്കാണ് കർഷകർക്ക് നൽകുന്നത്. ഇതിനായി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ K അജി, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജലാശയത്തിൽ സെപ്റ്റിക് മാലിന്യം നിക്ഷേപിച്ചവർക്ക് 1 ലക്ഷം രൂപ പിഴ ചുമത്തി പുന്നയൂർ പഞ്ചായത്ത്. പഞ്ചായത്ത് 7-ാം വാർഡിൽ അവയൂർ കുരഞ്ഞിയൂർ റോഡിൽ കണ്ണഞ്ചിറ ബണ്ടിന് സമീപം സെപ്റ്റിക് മാലിന്യം പൊതുജലാശയത്തിൽ തള്ളിയതുമായി ലഭിച്ച അറിയിപ്പിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, അസിസ്റ്റന്റ് സെക്രട്ടറി K ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ ആരിഫ എന്നിവർ സ്ഥലപരിശോധന നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി വടക്കേക്കാട് പോലീസിന് പരാതി നൽകുകയും പോലീസ് സംഘം സ്ഥലപരിശോധന നടത്തി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു. തെളിവായി ലഭിച്ച ഫോട്ടോയുടെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ KL 46Y0914 എന്ന വാഹനത്തിലാണ് സെപ്റ്റിക് മാലിന്യം തള്ളിയത് എന്ന് വ്യക്തമായി. പോലീസ് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി NB ഷീജ 1 ലക്ഷം രൂപ പിഴ നിശ്ചയിക്കുകയും ചെയ്തു. പിഴ അടച്ച ശേഷം മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ എന്ന് സെക്രട്ടറി അറിയിച്ചു. ജലാശയങ്ങളെ മലിനമാക്കുന്ന നിലയിൽ അർദ്ധരാത്രിയിൽ ടാങ്കർ ലോറിയിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയ വാഹനം കണ്ടെത്തി പഞ്ചായത്തിൽ അറിയിച്ച വ്യക്തിയെ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. പിഴ ഈടാക്കിയ ശേഷം ഇയാൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷിക തുക കൈമാറും. CCTV ന്യൂസ്, പുന്നയൂർകുളം. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കാട്ടുകാമ്പാൽ പഞ്ചായത്തും ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടുകാമ്പാൽ ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VS രേഷ്മ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീജ സുഗതൻ അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, വാർഡ് മെമ്പർമാരായ പ്രമീള രാജൻ, സിന്ധു, ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെസി വില്ലി എന്നിവർ സംസാരിച്ചു. വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അജിത് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവരുടെ വിവിധ രക്തപരിശോധനകളും രക്തസമ്മർദ്ദവും അസ്ഥിസാന്ദ്രതാ പരിശോധനകളും നടത്തി. ഡോക്ടർ സിയ ബിജു, ഡോക്ടർ ഷെറീന, ആശാവർക്കർമാരായ അംബിക, സിന്ധു എന്നിവർ നേതൃത്വം നൽകി. നന്നമുക്ക് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം കൃഷിഭവനും ചാരുത JLG സംയുക്തമായി ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടന്നു.
ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ഒരു മുറം പച്ചക്കറി എന്ന പേരിലാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത്. നന്നമുക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിലുള്ള സ്ഥലത്താണ് ചെണ്ടുമല്ലിപ്പൂ കൃഷിയും പച്ചക്കറിയും 1.5 ഏക്കർ സ്ഥലത്താണ് നടത്തിയത്. കുടുംബശ്രീ CDS പ്രസിഡന്റ് സുനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി MLA P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്ക് പ്രോത്സാഹനം എന്ന നിലയ്ക്കുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടിപ്പോൾ ഒരു കൊട്ട പൂവും ഒരു മുറം പച്ചക്കറിയും എന്ന മുദ്രാവാക്യം നമുക്കൊരു മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമാണ് എന്ന് തെളിയിക്കലാണ് നമുക്ക്. അത് ഒരു മാതൃക. ഈ പഞ്ചായത്തിൽ ഞങ്ങളത് ഉൽപ്പാദിപ്പിക്കും. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി മതി ഇവിടെ. ഈ പഞ്ചായത്തിൽ തന്നെ ആവശ്യമുള്ള പച്ചക്കറിക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുമെന്ന നിലയ്ക്ക് നമുക്ക് ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു 2-3 കൊല്ലം കൊണ്ട് എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP പ്രവീൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രിൻഷ സുനിൽ, മുസ്തഫ ചാലുപറമ്പിൽ, രാഗി രമേശ്, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഓഫീസർ കീർത്തി ചന്ദ്രൻ, അസിസ്റ്റന്റുമാർ, കുടുംബശ്രീ CDS ADS അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിളവെടുത്ത പൂക്കളുടെയും പച്ചക്കറിയുടെയും വിൽപ്പന ചങ്ങരംകുളത്ത് പ്രത്യേകമായി സജ്ജമാക്കിയ കിയോസ്കിലും ഓണവിപണന മേളയിലും വെച്ചാണ് വിൽപ്പന നടത്തുന്നത്. കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷൻ, ആത്മ, കൃഷിഭവൻ തുടങ്ങിയവയുടെ വിവിധ പദ്ധതി പ്രകാരമാണ് ചെണ്ടുമല്ലി പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരിക്കുന്നത്. 1.5 ഏക്കറിലാണ് കൃഷി നടത്തിയത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് നഗരസഭാ പരിധിയിൽ മയക്കുമരുന്നിനും വ്യാജമദ്യത്തിനെയും കുറിച്ച് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ ലത്തീഫ്, എക്സൈസ് ഉദ്യോഗസ്ഥൻ അരുൺകുമാർ, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ SI ശ്രീജി CI, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് കൌൺസിലർമാർ, ചാവക്കാട് താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ നന്ദി പറഞ്ഞു. സേവാഭാരതി പുന്നേർകുളം യൂണിറ്റ് നവീകരിച്ച് നൽകിയ വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും നടത്തി. തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായാണ് പുന്നൂർകുളം പഞ്ചായത്ത് ഉപ്പുങ്ങൽ 6-ാം വാർഡിൽ നിർധന കുടുംബത്തിന് വീട് നവീകരണം നടത്തിയത്. 2016-17 IAY പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ തുക ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ 1 മാസം മുമ്പ് കുടുംബത്തിലെ +1 വിദ്യാർത്ഥിയായ മകളും പിന്നീട് അച്ഛനും മരണപ്പെടുകയും ചെയ്തു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിനുശേഷം വടക്കേക്കാട് SHO ആയിരുന്ന R. ബിനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സേവാഭാരതി പ്രവർത്തകർ വീട് നവീകരിക്കുവാനുള്ള ഇടപെടലുകൾ ഏറ്റെടുത്തത്. ജാതിമത രാഷ്ട്രീയ വേർതിരിവില്ലാതെ സുമനസ്സുകളുടെ സഹായത്തോടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 7.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനം നടത്തിയത്. ചുമരുകൾ തേക്കുകയും കിച്ചൺ ഉൾപ്പെടെയുള്ള നിലം ടൈൽ പാകുകയും ജനലുകളും ഡോറുകളും മാറ്റുകയും പ്ലംബിംഗ്, വൈദ്യുതി സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ഫർണിച്ചറുകളും വിതരണം, പാചകപാത്രങ്ങൾ ഉൾപ്പെടെ ആവശ്യമായവ നൽകിയാണ് ഭവനത്തിന്റെ നവീകരണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ലളിതമായ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭദ്രദീപം കൊളുത്തി വീടിന്റെ താക്കോൽ കൈമാറി. സേവാഭാരതി പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രജീഷ് കുമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സംഘചാലക് CG നന്ദകുമാർ, പുന്നൂർകുളം ഖണ്ഡ് സംഘ് ചാലക് PN മുരളീധരൻ, ദയാനന്ദൻ മാമ്പുള്ളി, അനിൽ മഞ്ചറമ്പത്ത്, MG വിനിൽകുമാർ, വിവേകാനന്ദൻ, K. വിഷ്ണു, KM പ്രകാശൻ, TP ഉണ്ണി, വാർഡ് മെമ്പർമാരായ ഗോകുൽ അശോകൻ, ഇന്ദിരാ പ്രഭുലൻ, അനിത തുടങ്ങിയവരും പങ്കെടുത്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് CS രാജീവ് സ്വാഗതവും സേവാഭാരതി പുന്നൂർകുളം ഖണ്ഡ് കാര്യവാഹക് MM നിധിൽ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പുന്നൂർകുളം. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമർപ്പിച്ച ഭവനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. 2016-17 കാലഘട്ടത്തിൽ പുന്നേർകുളം പഞ്ചായത്തിൽ IAY പദ്ധതി പ്രകാരം നൽകിയ ഭവനം സേവാഭാരതി നിർമ്മിച്ചു നൽകിയെന്ന പ്രചരണം വ്യാജമാണെന്ന് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ സംയുക്തമായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച കാലത്താണ് പുന്നേർകുളം പഞ്ചായത്ത് 6-ാം വാർഡിൽ ഉപ്പുങ്ങൽ സേവാഭാരതി നിർമ്മിച്ചതെന്ന വ്യാജ പ്രചരണം നൽകിയും ഫ്ലക്സ് ബോർഡ് അടിച്ചും താക്കോൽദാനവും സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു സമർപ്പണ ചടങ്ങും താക്കോൽദാനവും നടത്തിയത്. എന്നാൽ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുടുംബം താമസിച്ചു വന്നിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സേവാഭാരതി ഇപ്പോൾ പെയിന്റടിക്കുകയും വാതിൽ ശരിയാക്കി നൽകുകയും ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും BJP സ്ഥിരമായി നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നടത്തുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു കൊടുത്ത വീടാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ താമസവും ഉണ്ടായിരുന്ന വീടാണ്.
സേവാഭാരതി ഇപ്പോൾ പെയിൻ്റ് അടിക്കുകയും ഡോർ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ള പേരിൽ സേവാഭാരതി നിർമ്മിച്ചു കൊടുത്ത വീടായിട്ട് തീർച്ചും രാഷ്ട്രീയപരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണത്. വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലെല്ലാം സഹായിച്ചിട്ടുണ്ടെന്നും സ്ഥിര നിയമനം അല്ലെങ്കിലും 6-ാം വാർഡ് അങ്കണവാടിയിൽ ഹെൽപ്പർ ജോലി ഈ കുടുംബത്തിലെ അംഗത്തിന് നൽകിയിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് EK നിഷാർ പറഞ്ഞു. സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വൈഫ് പ്രിയക്ക് നമ്മുടെ 6-ാം വാർഡ് അങ്കണവാടിയിൽ ഹെൽപ്പർ എന്ന ജോലി സ്ഥിര നിയമനത്തിനല്ലെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പഞ്ചായത്ത് എപ്പോഴും താങ്ങി നിർത്തുന്ന ഒരു കുടുംബം തന്നെയാണ്. കാരണം ലൈഫിൽ വീട് കൊടുത്തു, ഇത്രയും എമൗണ്ടൊക്കെ കിട്ടി. വരുന്ന ആൾക്കാർ തലേ ദിവസം എന്നെ വന്ന് കണ്ടിരുന്നു. കേന്ദ്രമന്ത്രി വരുന്നുണ്ട്, പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു നിർദ്ദേശിച്ചിരുന്നു പോലെ. പക്ഷേ പിന്നീട് ഒരു പോസ്റ്റ് പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടുകയും അതിലെൻ്റെ പേര് കാണുകയും ചെയ്തു. അത് ഞാൻ വിളിച്ചപ്പോൾ അവരെ വിളിച്ച് എൻക്വയറി ചെയ്തപ്പോൾ വാർഡ് മെമ്പറിലെ രീതിയിൽ കൊടുത്തതാണ്. പക്ഷേ ആ ഫണ്ട് സേവാഭാരതി എന്ന് പറഞ്ഞാൽ എത്രയോ പേര് നമുക്ക് ഫണ്ട് പിടിക്കാൻ സഹായിച്ച് കൊടുത്തിട്ടുള്ളതാണ്. BJP മെമ്പർമാരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്നുവെന്ന് പറഞ്ഞ് നടത്തിയ സമരവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതായിരുന്നുവെന്നും ഒരു വാർഡിനോടും രാഷ്ട്രീയ വിവേചനം ഉണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പദ്ധതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 11-ാം വാർഡ്, 10-ാം വാർഡ് എല്ലാം കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ഉണ്ടായത് സ്വാഭാവികമായും കേന്ദ്രവിഹിതം ലഭ്യമാവാത്തതിനാൽ തന്നെ മൊത്തത്തിൽ വിഹിതങ്ങളിൽ വെട്ടിക്കുറവുകൾ വരുത്തിയിട്ടുണ്ട്. മെമ്പർമാരുടെയും ഫണ്ടുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് മൾട്ടിയർ പദ്ധതിയാക്കി മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വികസനത്തിന്റെ കാര്യത്തിൽ ഭരണ പ്രതിപക്ഷമെന്ന വേർതിരിവ് ഉണ്ടായിട്ടില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. ഭവന നവീകരണവുമായി ബന്ധപ്പെട്ട് സേവാഭാരതിക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സേവാഭാരതിയുടെ തലചാക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഉപ്പുങ്ങൽ സേവാഭാരതി നവീകരിച്ച് നൽകുന്ന വീടിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരവാഹികൾ ഭവന സമർപ്പണത്തിന് ശേഷം പുന്നേർകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016-17 കാലഘട്ടത്തിൽ കുടുംബത്തിന് IAY പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ തുക ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണി പൂർത്തീകരിക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. കിട്ടിയ തുക കൊണ്ട് വീടിന്റെ ചുമരും കോൺക്രീറ്റ് പണികളും മാത്രമാണ് പൂർത്തീകരിച്ചത്. ഇതിനിടെ കുടുംബത്തിലുണ്ടായ ദുരന്തവും ഇവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയാണ് സേവാഭാരതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നവീകരണം നടത്തിയത്. ഇതിനായി 7.5 ലക്ഷം രൂപയോളം ചിലവ് വന്നതായും ഇവർ പറഞ്ഞു. വീടിന്റെ ചുവരുകൾ തേച്ച് പെയിന്റ് അടിക്കുകയും വാതിലുകളും ജനലുകളും പിടിപ്പിക്കുകയും നിലം ടൈൽ വിരിക്കുകയും ഉൾപ്പെടെ മുഴുവൻ പണികളും പൂർത്തീകരിച്ച് വീട് അടച്ചുറപ്പോടെ താമസയോഗ്യമാക്കി കൊടുക്കുകയായിരുന്നു സേവാഭാരതി ചെയ്തത്. സേവാഭാരതി മേഖലാ യൂണിറ്റ് 3 ഫ്ലക്സുകൾ മാത്രമാണ് അടിച്ചത്. ഇതിൽ നവീകരിച്ച ഭവന സമർപ്പണം എന്നാണ് അടിച്ചിരുന്നത് എന്നും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ഫോട്ടോകൾ തങ്ങളുടെ അറിവോടുകൂടിയല്ലെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അറിഞ്ഞ സമയത്ത് ആരോ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു. പക്ഷെ നമ്മൾ ഔദ്യോഗികമായിട്ട് വെച്ചിട്ടുള്ള 3 ബോർഡുകളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത്. 3 ബോർഡിലും നവീകരിച്ച് നൽകുന്ന വീടിൻ്റെ സമർപ്പണം താക്കോൽദാനം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. മറ്റൊന്ന് നടന്നിട്ടുണ്ടാവാം, പക്ഷേ സേവാഭാരതിയുടെ ഔദ്യോഗികമായ സംവിധാനത്തിലല്ല അതൊന്നും നടന്നിട്ടുള്ളത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെ കയ്യിലും ഇന്ന് മാധ്യമത്തിൻ്റെ തുല്യമായ സംവിധാനമുള്ളതാണ്. എന്ത് വേണമെങ്കിലും ആർക്കും പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ്. ആരോ പുറകിൽ ചെയ്ത കുറേ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവും. സേവാഭാരതി എന്നുള്ള രീതിയിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ചെയ്തത് നവീകരിച്ചു നൽകിയ വീട് തന്നെയാണ് ചേർത്തത്. ഭാരവാഹികളായ രാഷ്ട്രീയ സ്വയം സേവാ സംഘം ജില്ലാ സേവാ പ്രമുഖ് CS രാജീവ്, സേവാഭാരതി പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രജീഷ് കുമ്പിൽ, RSS ജില്ലാ സഹകാര്യവാഹക് MG വിനിൽകുമാർ, സേവാഭാരതി രക്ഷാധികാരി ജയരാജ് ചക്കാലക്കുമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. KSFE എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 7.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന ഭാരവാഹികളായ PS സുരാജ്, സോമനാഥൻ, EP നായർ, N രാജകുമാർ എന്നിവർ സംബന്ധിച്ചു. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ സഹസ്ര കലശങ്ങളോടുകൂടിയുള്ള ദ്രവ്യകലശ ചടങ്ങുകൾ തുടരുന്നു. വ്യാഴാഴ്ച രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ വിശേഷാൽ പൂജകൾ ആരംഭിച്ചു. 9 മണിക്ക് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും വൈകിട്ട് 5 ഭഗവത് സേവ, ലളിത സഹസ്രനാമം, മുളപൂജ, അത്താഴപൂജ എന്നിവയും നടന്നു. വൈകിട്ട് 7 മുതൽ നൃത്തങ്ങൾ, ഭരതനാട്യം, തിരുവാതിരക്കളി, കലാപരിപാടികളും അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 7 മുതൽ കഥകളി അവതരണം ഉണ്ടായിരിക്കും. ഞായറാഴ്ച ദ്രവ്യകലശ ചടങ്ങുകൾ സമാപിക്കും.
വിടാതെ തുടരുന്ന മഴ ചില ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു. അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിലാണ്. ഈ നില തുടർന്നാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിക്കുന്നതിന് തടസ്സമാകും. വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ്. എന്നാൽ ഇത്തവണ നടിയിലാണ് നടത്തിയത്. വേനൽമഴ വിട്ടുനിന്നതാണ് കൃഷിരീതി മാറ്റാൻ കാരണമായത്. നടിയിൽ നടത്തിയതോടെ കൂലിച്ചെലവും വർദ്ധിച്ചിരുന്നു. നട്ട് അധികം കഴിയും മുമ്പുണ്ടായ കനത്ത മഴ നെൽച്ചെടികളെ നശിപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ വീണ്ടും നടിയിൽ നടത്തേണ്ടിയും വന്നു. ഇടവേളയില്ലാതെ മഴ തുടർന്നതോടെ വളപ്രയോഗത്തിനും താമസം നേരിട്ടു. പിന്നീട് ഒന്നാം വളപ്രയോഗം നടത്തിയപ്പോൾ പെയ്ത ശക്തമായ മഴ വളം ഒലിച്ചുപോകാൻ കാരണമായി. കൊരട്ടിക്കര പാടശേഖരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് പ്രധാന കാരണം തോടിന്റെ ശോച്യാവസ്ഥയാണ്. വീതിയും ആഴവും കൂട്ടി തോട് നവീകരിക്കണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ചില താൽക്കാലിക അറ്റകുറ്റപ്പണികളിൽ മാത്രം ഒതുങ്ങുകയാണ് തോട് നവീകരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. വിരിപ്പു കൃഷി ചെയ്ത പാടശേഖരങ്ങളിൽ കൊയ്ത്തിനു ശേഷമേ മുണ്ടകൻ തുടങ്ങാൻ സാധിക്കൂ. വിരിപ്പിനുണ്ടായ തടസ്സങ്ങൾ കൃഷി നീളാൻ കാരണമായിട്ടുണ്ട്. ഇത് രണ്ടാം വിളയ്ക്കും പ്രതികൂലമാകും. ഉയർന്ന ഭാഗങ്ങളിലെ വിരിപ്പു കൃഷിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ല. ആരോഗ്യത്തോടെ വളരുന്ന നെൽച്ചെടികൾ കതിരിട്ടതോടെ കർഷകർ ആഹ്ലാദത്തിലാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 8 തീയതി ഉച്ചതിരിഞ്ഞ് 2:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് രൂപം നൽകിയതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എരുമപ്പെട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കലാസന്ധ്യയും നടക്കും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ഓണാഘോഷം, ഫുട്ബോൾ അക്കാദമി രൂപീകരണം, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം നിർമ്മാണം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികൾക്കായി കലാകായിക രചന മത്സരങ്ങൾ, ശാസ്ത്ര സാഹിത്യ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ, വിവിധ സെമിനാറുകൾ, പുസ്തക ചർച്ച, നാടക ക്യാമ്പ് എന്നിവ നടക്കും. ശതാബ്ദിയുടെ ഭാഗമായി കോൺഫറൻസ് ഹാളും കിച്ചണും ഡൈനിംഗ് ഹാളും ഉൾപ്പെടുന്ന 2 നിലകളോടുകൂടിയ ശതാബ്ദി മന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആരാധ്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെപ്റ്റംബർ മാസം 8 തീയതി 3:30 മണിക്ക് നിർവഹിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ VK വിജയൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, PTA പ്രസിഡന്റ് KK രാജൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ D രമി, ഹെഡ്മാസ്റ്റർ രത്നകുമാർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. കുന്നംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൃത്ത സംവിധാനത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആനായ്ക്കൽ സ്വദേശി ജിഷ്ണുദാസിനെ ആദരിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:45 നടക്കുന്ന ചടങ്ങിന് ശേഷം ഓഗസ്റ്റ് 28 നടക്കേണ്ടിയിരുന്ന കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ നാടകാവതരണം ഉണ്ടാകും. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷനും ഒരുമനയൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH കയ്യുമു, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ലിറ്റി ടോം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന ഗുരുനാഥരെ ആദരിച്ച അധ്യാപക ദിനാഘോഷം വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബ്ബിൽ അധ്യാപക ദിനം ആചരിച്ചു. നോവലിസ്റ്റും അധ്യാപകനുമായ രജിതൻ കണ്ടാണശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ CV കല്യാണി, ബാബു വർഗീസ്, തോംസൺ വാഴപ്പിള്ളി, KP പോളി, വിനോയ് വിൻസെന്റ്, ബേബി ചന്ദ്രൻ എന്നിവരെയാണ് ആദരിച്ചത്. കണ്ടാണശ്ശേരി അക്ഷയ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ ദീർഘകാലം അങ്കണവാടി അധ്യാപികയായ വത്സല ടീച്ചറെ വസതിയിലെത്തി ആദരിച്ചു. പ്രസിഡന്റ് സാബു ജേക്കബ്, സെക്രട്ടറി KV ഷാജി, ട്രഷറർ CK ജോഷി, രക്ഷാധികാരി ഷാജൻ V ആളൂർ, മറ്റംഗങ്ങൾ, വേദിയുടെ ചെസ് അക്കാദമിയിലെ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. ഒരറിവും ചെറുതല്ല, അറിവ് പകരുന്നവരെല്ലാം അധ്യാപകരാണ് എന്ന ആശയം വരും തലമുറയ്ക്ക് പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആദരം. അൻസാർ ട്രെയിനിംഗ് കോളേജിൽ അൻസാർ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യാപക ദിന സന്ദേശം നൽകി. നബറ്റ് അംഗീകാരം ലഭിച്ച അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനെ ആദരിച്ചു. ഡോക്ടർ നജീബ് മുഹമ്മദ്, ഷൈനി ഹംസ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. മികച്ച അധ്യാപക അവാർഡ് നേടിയ പൂർണിമ T തത്തമ്മൽ,
OP ഫൈസിയ എന്നിവരെയും ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ സഫ, ജസ്ന എന്നിവർ സംസാരിച്ചു. അഗതിയൂർ DVM LP സ്കൂളിൽ PTA ഭാരവാഹികൾ അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് രതീഷ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ആതിര അധ്യക്ഷത വഹിച്ചു. അധ്യാപകർ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികൾ അധ്യാപക സന്ദേശം ഉൾക്കൊള്ളുന്ന കാർഡുകൾ നിർമ്മിച്ച് അധ്യാപകർക്ക് നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിനാഘോഷത്തിൽ 15 സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി C എന്നിവർ അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകരെ മധുരം നൽകി സ്വീകരിച്ചു. അധ്യാപകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ മാഗി P പൈലുണ്ണി, രജനി KP, റീബ മിജു, ധന്യ മുരളീധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപക ദിനത്തിൽ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകർക്ക് പൂച്ചെണ്ടുകൾ നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക K ഗിരിജ അധ്യാപക ദിന സന്ദേശം നൽകി. തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ് പ്രസിഡന്റ് A സുരേന്ദ്രൻ, സെക്രട്ടറി രാജശ്രീ സുഗുണൻ എന്നിവരും അധ്യാപകരെ പൊന്നാടണിയിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ സ്കൂളിലെ NSS യൂണിറ്റ് ആദരിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ്, MV പ്രതീഷ്, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K രോഹിണി എന്നിവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളുമുണ്ടായി. ഇരിങ്ങപ്പുറം SMUP സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ PS പ്രദീപ്, പെരുമ്പിലാവ് LMUP സ്കൂൾ മുൻ ഹിന്ദി അധ്യാപിക അനിത KP എന്നിവരെ മനസ്സ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരരാജ സിനിമാ നിർമ്മാതാവ് നെൽസൺ അയ്പ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ മനസ്സ് ഫോട്ടോ ക്ലബ്ബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര, മുൻ കൌൺസിലർ OG ബാജി, ഫോട്ടോ ക്ലബ്ബ് ഓഫീസ് സെക്രട്ടറി സിന്ധു സലി, അനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ അധ്യാപക ദിന ആശംസകൾ നേർന്നു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗ്രാമത്തിലെ ആദ്യകാല അധ്യാപക ദമ്പതിമാരെ ആദരിച്ചു. ഗ്രാമത്തിലെ അധ്യാപകരായ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ മാഷ്, സഹധർമ്മിണി ലില്ലി ടീച്ചർ എന്നിവരെ ക്ലബ് വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സീനിയർ അംഗം ഉമ്മർ, സെക്രട്ടറി AM ഇക്ബാൽ, ജിജു ജേക്കബ് എന്നിവർ ചേർന്ന് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വിപണി 13 വർഷമായി കുന്നംകുളം ഒറിസോൺ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഡിജിറ്റൽ മീഡിയ കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി കുറുക്കൻപാറയിൽ സാംസൺ ഗ്രാൻഡ് എന്ന പേരിൽ പ്രിന്റിംഗ്, ബൈൻഡിംഗ് ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻസായി പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബദനി ആശ്രമ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC നിർവഹിച്ചു. ചടങ്ങിൽ സെന്റ് ജോൺസ് ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OAC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, സെന്റ് MMCHS ഹെഡ് മാസ്റ്റർ ഫാദർ ജൂസി മാത്യു, ഒറിസോൺ റെസിഡൻസി ബിൽഡിംഗ് ഉടമ AK ഉസ്മാൻ, നോളജ് ഗ്രോത്ത് ഫൗണ്ടേഷൻ പ്രസിഡന്റും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ജിസൺ CS, മറ്റ് ഭാരവാഹികളും ഷെറൻ കെയർ പ്രസിഡന്റും കൌൺസിലറുമായ ലബീബ് ഹസൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റും ഓക്ടൽ ഗ്രൂപ്പ് ചെയർമാനുമായ CK അപ്പുമോൻ, IDPWA സ്റ്റേറ്റ് പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി, മറ്റ് ജില്ലാ ഭാരവാഹികൾ, KPA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. അധ്യാപക ദിനത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി അധ്യാപകരെ ആദരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് സാംസൺ തന്റെ പുതിയ സ്ഥാപനത്തിന്റെ ആരംഭത്തിന്റെ ഭാഗമായി നിരവധി സഹായ പദ്ധതികളും ആവിഷ്കരിച്ചു. ഇതിന്റെ ഭാഗമായി ഷെറൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിവരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഒരു വിദ്യാർത്ഥിയുടെ സ്കോളർഷിപ്പ് തുക നൽകി. RMVHS സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടി NSS ക്യാമ്പയിന്റെ ഭാഗമായി തുകയും കൈമാറി. മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് IDPWA നൽകുന്ന ഫണ്ടിലേക്ക് സാമ്പത്തിക സഹായവും കൈമാറി. തൈക്കാട് ശ്രീകൃഷ്ണ എൻക്ലേവ് ബിൽഡിംഗിൽ ഹെയ്സ ടൂർസ് ആൻഡ് ട്രാവൽസ് കൺസൾട്ടൻസി പ്രവർത്തനം ആരംഭിച്ചു. തൈക്കാട് ശ്രീകൃഷ്ണ എൻക്ലേവ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹെയ്സ ടൂർസ് ആൻഡ് ട്രാവൽസ് കൺസൾട്ടൻസിയുടെ ഉദ്ഘാടനം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 26ാം വാർഡ് കൌൺസിലർ സുബിത സുധീർ നിർവഹിച്ചു.
ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കേരള പ്രവാസി സംഘം ഭാരവാഹി മോഹൻദാസ് എലത്തൂർ, സ്ഥാപനയുടമ ദീപ കീർത്തി, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എയർ ടിക്കറ്റ്സ്, പാസ്പോർട്ട് ഓൺലൈൻ, ഹോളിഡേയ്സ് പാക്കേജസ്, സ്റ്റുഡൻസ് ടൂർ പാക്കേജസ്, ഹണിമൂൺ പാക്കേജസ്, ബസ് ആൻഡ് ട്രെയിൻ ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങി ടാക്സി സർവീസും ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം ഹെയ്സ ടൂർസ് ആൻഡ് ട്രാവൽസ് കൺസൾട്ടൻസി, ശ്രീകൃഷ്ണ എൻക്ലേവ് ബിൽഡിംഗ്, തൈക്കാട്. ഫോൺ 7025123766. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 6700 രൂപ, പവന് 53600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 91 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണനാളുകളിലേക്ക് പൂമിഴി തുറന്ന അത്തമെത്തി. മലയാളികൾ ഇനി ഓണത്തിരക്കിലേക്ക്. അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. നാലോണനാളിൽ ശക്തന്റെ തട്ടകത്തിൽ നടക്കുന്ന പുലിക്കളിക്ക് നടുവിലാൽ ജംഗ്ഷനിൽ കൊടിയേറി. ചാവക്കാട് മേഖലയിൽ പപ്പട നിർമ്മാണം സജീവം. അന്തരിച്ച സംവിധായകനും പ്രശസ്ത നാടക നടനുമായ സോബി സൂര്യഗ്രാമത്തിന് നാടിന്റെ യാത്രാമൊഴി. സൂര്യഗ്രാമം എന്ന ചെറുഗ്രാമത്തെ തന്റെ പേരിനൊപ്പം ചേർത്ത് നാടകങ്ങൾ ചെയ്തിരുന്ന സോബി ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞ് യാത്രയായി. ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറി. പുനേർകുളം കുന്നത്തൂരിലെ സ്വകാര്യ ആയുർവേദ റിസോർട്ടിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. റിസോർട്ടിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ ചേർന്ന് ജനകീയ മാർച്ച് നടത്തി. വിടാതെ തുടരുന്ന മഴ ചില ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു. അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിൽ. പുനേർകുളത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമർപ്പിച്ച ഭവനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. IAY പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ ഭവനമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമെന്ന് സേവാഭാരതി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.